Rana Rana Ranu Rana नजरिया लागे नहीं कहीं ओ नजरिया लागे नहीं कहीं എൻ്റെ പൊന്നെ അപ്പോൾ ഇന്നത്തെ 5 കിലോമീറ്റർ കഴിഞ്ഞു. അയ്യാ സുപ്രഭാതം ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ലോഗ്. സമയം 6:30. ഞാൻ 5:30 ഇറങ്ങിയ. 1 മണിക്കൂർ മതി നമുക്ക് ഡെയിലി നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ച് ഡെയിലി രാവിലെ 1 മണിക്കൂർ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഡേ ഉണ്ടല്ലോ, ആ രാവിലെ ആ ചെയ്യുന്ന എക്സസൈസിൻ്റെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാലൻസ് നിങ്ങളുടെ ആ ദിവസം എന്ത് നന്നായിട്ട് പോകുന്നറിയോ. നമ്മുടെ ഇവിടെ ജിമ്മുണ്ട്, പക്ഷേ ജിമ്മിനേലും ബെസ്റ്റ് നമ്മുടെ നേച്ചറിൻ്റെ അടുത്ത് നേച്ചറിൻ്റെ ഒപ്പം നമ്മൾ എക്സസൈസ് ചെയ്യണതാണ്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണതാണ്. ഡെയിലി 1 മണിക്കൂർ നമ്മൾ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 10,000 സ്റ്റെപ്സ് എന്ന് വെച്ചാൽ 5 കിലോമീറ്റർ അല്ലെങ്കിൽ 6-7 കിലോമീറ്റർ നമ്മൾ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റീജനുവേറ്റ്സ് യുവർ എൻറ്റയർ ബോഡി പ്ലസ് യുവർ മൈൻഡ് എവറിത്തിങ്. നമുക്ക് ചിലപ്പോൾ ചിലർ തടിച്ചിട്ടുണ്ടാവും, അപ്പോൾ അത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞാൽ ഡെയിലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ചെയ്ത നാളെ കാണില്ല അതിൻ്റെ റിസൾട്ട് വരും, താനേ വരും. 1-2 മാസം കൊടുക്ക്, 3 മാസം കൊടുക്ക്, താനെ നമ്മളുടെ റിസൾട്ട് നമ്മളുടെ ബോഡി മാത്രമേ നമ്മുടെ മൈൻഡിൽ കൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ ജിമ്മോ അത് നമ്മുടെ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സിൽ ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങിലും ജിമ്മും സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ട്. സ്വിമ്മിങ് ഇസ് ഗുഡ്, ഞാൻ പറയുന്നില്ല, സ്വിമ്മിങ് ഇസ് റിയലി ഗുഡ്, നമ്മുടെ ബോഡിക്ക് വേണ്ടി നല്ലതാണ്. പക്ഷേ ജിമ്മിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിമ്മിൻ്റെ ഉള്ളിൽ തന്നെ AC ഉണ്ട്. അപ്പോൾ അത് കൺട്രോൾഡ് അല്ല നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ആക്ച്വലി ഇതാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ജിമ്മിലുള്ളതെന്ന് പറഞ്ഞാൽ AC ഒടുക്കത്തെ തണുപ്പാണ്. അപ്പോൾ എനിക്കത് ഫീൽ ആയിട്ടില്ല. നോർമൽ നമ്മുടെ നാച്ചുറലി അത് പേഴ്സ്പിറേഷൻ വരണം, അല്ലെങ്കിൽ ആ AC കൂടെ പിന്നെ നമ്മൾ പേഴ്സ്പയറായിട്ട് പിന്നെ കുറച്ചിരിക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് അത് തണുത്തു പോവുക. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്, നോട്ട് ഗുഡ് ഫോർ യുവർ ബോഡി. പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ AC അത്ര നമ്മൾ അവോയ്ഡ് ചെയ്യണോ അത്രയും നല്ലതാണ്. ഞാൻ സാധാരണ എൻ്റെ എക്സസൈസ് കഴിഞ്ഞിട്ട് മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് ബേസിക്കലി എക്സസൈസ് ആണ് എൻ്റെ മോർണിംഗ് വാക്ക് മാത്രമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വരെ നല്ലൊരു ഇതുണ്ട്, ബാൽക്കണി അല്ല, ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ടെറസ് മാതിരി ഏരിയ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, കാരണം ഇതിന് തൊട്ട് മുമ്പിൽ തന്നെ സൂര്യൻ ഉദിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ നമ്മളെ സൂര്യോദയം എന്നല്ല പറയുക, സൂര്യോദയത്തിൻ്റെ നമ്മൾ ആ സൺറൈസിൻ്റെ റേസ് നമ്മളുടെ മേത്ത് കൊള്ളുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഫോർ ഹെൽത്ത്, വൈറ്റമിൻ D അങ്ങനെ. ഞാൻ ഇതൊക്കെ പഠിച്ചു വരുന്നതാണ് കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ ഇത് സ്പെഷ്യലി ശരിയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ വാട്ട് ഐ ഹേർഡ് ഈസ് ദാറ്റ് സൺലൈറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ഫോർ യുവർ ബോഡി. നോട്ട് ഹെവി എന്ന് വെച്ചാൽ 12 o'clock ഉള്ളിൽ ചെന്നിരിക്കാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ രാവിലത്തെ ഈവനിങ് സൺലൈറ്റും നമ്മൾക്ക് ആ കുറച്ച് റേസ് നമ്മുടെ ബോഡിയിൽ കൊള്ളുന്നത് ഇറ്റ് ഗിവ്സ് യു വൈറ്റമിൻ D, പല ഗുണങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ 1 മണിക്കൂറിൻ്റെ എക്സ്ട്രീം വർക്കൗട്ട് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഞാൻ ബ്രിസ്ക് വാക്കിങ്ങാണ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരിക്കാറുണ്ട്. നമ്മളുടെ ബോഡിക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ മെഡിറ്റേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം തൊട്ട് മുമ്പിൽ തന്നെ വണ്ടികൾ, അൽഖേൽ റോഡ് ഇവിടെ. അപ്പോൾ വണ്ടികൾ ഭയങ്കരമായിട്ട് രാവിലത്തെ ടൈമല്ലേ, എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കാണ്, അപ്പോൾ ആ ഒച്ചയും. അപ്പോൾ അത് കാരണം ഇവിടെ മെഡിറ്റേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ കണ്ട ഒരു തത്തയെ കാണുന്നുണ്ട്, തത്തയുടെ ഒച്ച എനിക്ക് തത്തയുടെ ഒച്ച കേൾക്കാം, ബാക്കി ഒരു കിളിയുടെയോ ഒന്നിൻ്റെ ഒച്ച ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഒരു പീസായിട്ടുള്ളൊരു സ്ഥലം നമുക്ക് വേണം മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയത്. അതിവിടെ ഇല്ല. അതിനൊക്കെ നമ്മുടെ നാട് അറ്റ്ലീസ്റ്റ് ഒരു നല്ല ഇഷ്ടം പോലെ പാർക്കുകളുണ്ട്, നമ്മൾക്ക് പോകാനുള്ള നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ അതില്ല. കഴിഞ്ഞ ആഴ്ച മുതൽ എനിക്ക് അങ്ങനെ വ്ളോഗ് ഇടാൻ പറ്റിയിട്ടില്ല, കാരണം കുറച്ച് ഞാൻ എൻ്റെ
ഞാൻ പറഞ്ഞില്ല എൻ്റെ പേപ്പർ വർക്കും അതിനൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചയും ഇങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്ന് ബുധനാഴ്ചയായി അല്ല വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ ഈ ആഴ്ച എല്ലാതും ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾക്ക് അടുത്ത ആഴ്ചയ്ക്ക് കിടക്കാം. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും എല്ലാതും ക്ലിയറായിട്ട് നമ്മൾക്ക് പോകാമെന്ന് തോന്നുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസം ഇങ്ങനെ നമ്മൾ പോകും തോറും അല്ലെങ്കിൽ ഒരു മണിക്കൂറും ഇങ്ങനെ പോകും തോറും എനിക്ക് വീട്ടിലെങ്ങനെ എത്താം, പിന്നെ എൻ്റെ ഫാമിലിനെ ഒപ്പം എപ്പോൾ കാണും ഞാൻ, അങ്ങനത്തെ ഒരു ചിന്തയും ഇത് വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും എൻ്റെ സമയം ഒരു ഹോപ്പിൽ കൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോണത്. ഞാൻ എൻ്റെ ഓൾറെഡി കുറച്ചൊക്കെ ഐഡിയാസും പിന്നെ ഇതൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇപ്പോഴും എൻ്റെ ഒരു ഡയറി മാതിരി എങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ ഞാൻ ജോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് വ്ളോഗ് ചാനൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്തിട്ട് എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു മാസം അതൊന്ന് ആദ്യം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡൽഹിയിലെത്തി കഴിഞ്ഞാൽ ഒരാഴ്ച 10 ദിവസം ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകും, കേരളത്തിൽ പോയിട്ട്. അപ്പോൾ കേരളത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ പോണത്. കേരളത്തിൽ പോയിട്ട് പിന്നെ അവിടുന്ന് നമ്മൾക്ക് നോക്കാം എന്താണ്. പക്ഷേ അവിടെ നിന്നുള്ള പ്ലാനിങ് ഇപ്പോൾ ഓൾറെഡി തുടങ്ങി. അവിടെ നിന്ന് എങ്ങോട്ടാണ്, എന്താണ്, എന്തൊക്കെ ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയാസാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ പലതും എനിക്ക് ഡിസ്ട്രിക്റ്റ് വൈസ് എല്ലാതും കവർ ചെയ്യുന്നതും കൂടി ഉണ്ട്. നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ മെയിൻ അട്രാക്ഷനിൽ മാത്രം പോകാറുള്ളൂ. പക്ഷേ അതിൻ്റെ വേറെ വേറെ അട്രാക്ഷൻസ് ഉണ്ടാവും. എല്ലാ ഡിസ്ട്രിക്റ്റിലും എന്തെങ്കിലും ഒരു കഥയുണ്ടാവും. അപ്പോൾ എനിക്കതൊരു കഥയായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് അത് ഗ്രാസ്പ് ചെയ്യണം എന്തൊക്കെയുള്ളത് മെയിൻ. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് അതിൻ്റെ നമ്മൾ പ്ലാൻ ഓഫ് ആക്ഷൻ POA അതൊക്കെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ആഴ്ചയായിട്ട് വ്ളോഗ് വളരെ കുറച്ചിൻ്റെ വരുന്നത്. ചെറുതായിട്ട് ഞാൻ ചിലപ്പോൾ ആഴ്ചയിൽ 2 വ്ളോഗ് ഇടുന്നുള്ളൂ ഇപ്പം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ മെയിൻ പ്ലാൻ അതാണ്. വ്ളോഗിങ്ങിൽ കൂടെ ഇനി ഞാൻ നിങ്ങളെല്ലാതും കാണിച്ചു തരും. നല്ല രസമാണ് ഇത് ആക്ച്വലി. നമ്മൾ ഈ രാവിലത്തെ ഈ സൺറൈസ് ഉണ്ടല്ലോ, നമ്മുടെ ഫേസ്, നമ്മുടെ ബോഡിയിൽ ഫുള്ള് നമ്മൾ അത് അബ്സോർബ് ചെയ്യണത്. സാധാരണ ആൾക്കാരത് ചെയ്യാറില്ല. എല്ലാവരും ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ, വീടിൻ്റെ ഉള്ളിൽ, AC-യുടെ ഉള്ളിൽ. അത് കാരണം ബേസിക്കലി ഇങ്ങനെ പല അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. സോ യു ഷുഡ് ആക്ച്വലി ഡൂ ദിസ്. സത്യം പറയുന്നത്. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്, ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ ഈ ഷൂ ഉപയോഗിച്ചിട്ട് ബേസിക്കലി ജോഗിങ്ങും വാക്കിങ്ങും ചെയ്യുക. നമ്മളെ തന്നെ ഗ്രൗണ്ട് ചെയ്യണം എർത്തിനോട് കൂടി. കാരണം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ട്, അത് നമ്മുടെ ബോഡിക്ക് വേണ്ടി നല്ലതാണ്. ഇതൊക്കെ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നു. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെരുപ്പിടാണ്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ പാർക്കിലും പിന്നെ മണ്ണിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഇന്ന് നമ്മൾ ചെയ്യണില്ല. അതുകൊണ്ടാണ് ഈ പല പല അസുഖങ്ങളും, കോൾഡും ഫീവറും എല്ലാ മാസവും ആൾക്കാർ ഇപ്പോൾ ഇങ്ങനത്തെ പാരഡോളിൽ എടുക്കാത്ത ഒരു മാസം ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, എൻ്റെ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറായി. ഇനി ചെന്നിട്ടൊന്ന് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ദിവസം നമുക്ക് നോക്കാം എന്നാണ് നമുക്ക് വെച്ചിരിക്കുന്നത്, എന്താണ് വരാൻ പോണത്. അപ്പോൾ ഓൾവേസ് സ്റ്റേ പോസിറ്റീവ്, തിങ്ക് ദാറ്റ് യുവർ ഡേ ഈസ് ഗോയിങ് ടു ബി ഗുഡ്.